ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഒരുക്കിക്കൊണ്ട് വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രത്യവചനമാം ക്ഷീരത്താലെന്നെ പോഷിപ്പിക്കാം. പ്രത്യവചനമാം ക്ഷീരത്താലെന്നെ നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ച് നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ച് പച്ചപ്പുൽശയിൽ കീഴത്തിടുന്നോരെ പച്ചപ്പുൽശയിൽ കീഴത്തിടുന്നോരെ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ നിർത്തിയിടുക. കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ പളുങ്കു കടൽ തീരെ തിരുന്നു ഞാനെന്റെ പളുങ്കു കടൽ തീരെ തിരുന്നു ഞാനെന്റെ മധുരഗാന വേഗമതിലേറി ഗമിപ്പാൻ മധുരഗാന വേഗമതിലേറി ഗമിപ്പാൻ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തനിക്ക് ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തനിക്ക് നിപ്പാടലുതല്ലേ എനിക്ക് മന്നവ നിപ്പാടലുതല്ലേ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും ഓ ദോഷിയാമെന്നെയും എന്നെയും ആമേൻ. 74-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം. നിത്യശൂന്യതയിലേക്ക് നിന്റെ കാലടി വെക്കണമേ, ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. 74-ാം സങ്കീർത്തനം അതിന് 3-ാം വാക്യത്തെ ആസ്പദമാക്കി
കഴിഞ്ഞ ചില ദീർഘയാഴ്ചകളായി ഞാൻ തുടർമാനമായി പഠിച്ചു വരികയാണ്. നിത്യശൂന്യങ്ങളിലേക്ക് വെക്കുന്ന ദൈവത്തിന്റെ കാൽപാദം എന്ന തലക്കെട്ടോടുകൂടെ കഴിഞ്ഞ ദിവസങ്ങളായി നാം പഠിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് നിത്യശൂന്യത വരാൻ കാരണം? നിത്യശൂന്യത മാറാൻ നാം എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ നാം പഠിക്കുകയുണ്ടായി. ഇനി അതിലേക്ക് ഞാൻ ആവർത്തിക്കാതെ വേഗത്തിൽ ചില ചിന്തകൂടെ പറഞ്ഞ് ഇന്ന് പകൽ ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആവർത്തിച്ച കാര്യമാണ്. എന്നും നിത്യശൂന്യതയിൽ കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതൊരു കുടുംബമാകട്ടെ, വ്യക്തികളാകട്ടെ, സമൂഹമാകട്ടെ, ഏത് മേഖലകളിലും ശൂന്യതയ്ക്കൊരു പരിഹാരമുണ്ടാകണമെന്നും അതിനകത്ത് നിന്ന് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് മനുഷ്യരാഗ്രഹിക്കുന്നതിനേക്കാൾ ആ വിഷയം സംബന്ധിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചു, പോയത് പോകട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ! പണിതെടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പുതു സൃഷ്ടിയാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. റീക്രിയേറ്റ് ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പകലും ആ വചനത്തിന്റെ വിടുതലുകൾ നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതൊക്കെ ദീർഘമായി വിശദീകരിച്ചതാണ്. നമ്മളിപ്പോൾ ചിന്തിച്ചവരുടെ ഭാഗത്തിലേക്ക് ഒന്നുകൂടെ വന്ന് അല്പം ചില കാര്യങ്ങൾ ഓർപ്പിച്ച് മുൻപോട്ട് വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായമാണ് നാം ചിന്തിച്ചു വരുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഞാൻ പറഞ്ഞു, ശൂന്യമായിരുന്നു എന്നതിനേക്കാൾ അതങ്ങനെ ആയി തീർന്നു എന്നാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ. അങ്ങനെ ശൂന്യമായി പോയ ഭൂമിയെ, അതല്ല ഞാൻ വിശദമാക്കിയത്, ഇനി അതിലേക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല. പാർപ്പിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭൂമി ശൂന്യമായി മാറി, പാഴായി മാറി. പാഴായി പോയപ്പോ അത് പോകട്ടെ എന്ന് ദൈവം ചിന്തിച്ചില്ല. അതിനെ ദൈവം റീക്രിയേറ്റ് ചെയ്യുകയാണ്. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു, അർത്ഥാൽ പൊരുന്നിരുന്നു. നാം ആ ഭാഗമൊക്കെ ചിന്തിച്ചതാണ്, ഇനി അത് വിശദമാക്കുന്നില്ല. ഞാൻ ഓർപ്പിച്ചു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പദം ഒന്നുകൂടി എടുക്കാം, അവ ആവർത്തിക്കാം. എപ്പോഴാണോ ദൈവത്തിന്റെ സമയം, ഇൻ ഹിസ് ടൈം, അവന്റെ സമയത്ത്, എത്ര നാളുകൾ ഭൂമി പാഴായി ശൂന്യമായി കിടന്നു എന്നറിയില്ല, പല അഭിപ്രായങ്ങളുമായി ഉണ്ട്, പോകട്ടെ. പക്ഷെ ഒരു കാര്യം പറയാം, എത്ര കാലഘട്ടങ്ങൾ ഭൂമി പാഴായും ശൂന്യമായിരുന്നാലും ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവത്തിന്റെ ശബ്ദം അതിന്മേൽ വ്യാപരിക്കപ്പെടാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെങ്കിൽ ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമായെങ്കിൽ അവന്റെ പ്രവർത്തിക്കാനുള്ള സമയം നമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ, ദൈവസഭയിലായിട്ടുണ്ടെങ്കിൽ ഇനി അത് ദീർഘമായി അങ്ങനെ തുടരാൻ ദൈവം അനുവദിക്കില്ല. ദൈവത്തിന്റെ കൽപ്പനയുടെ ശബ്ദം പുറപ്പെടും. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കർത്താവ് കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചു. ഈ ഭാഗമല്ല ഞാൻ പറഞ്ഞതാണ്. തുടർന്ന് ഞാൻ പറഞ്ഞു, വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ, വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ. ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ മുളച്ചു വരട്ടെ എന്ന്, വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിന്റെ ആശയം ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിച്ചു. വർഷങ്ങളായി ഭൂമിക്ക് മുകളിൽ വെള്ളം മൂടി കിടക്കുകയാണെങ്കിലും ഭൂമിക്കടിയിലുണ്ടായിരുന്ന വിത്തുകൾ നശിക്കാതെ ആ വിത്തുകൾ മുളച്ചു വരത്തക്ക വിധത്തിൽ ദൈവിക സംരക്ഷണം ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗം വിശദമാക്കുന്നില്ല, ഞാനതൊക്കെ ഓർപ്പിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, മുളച്ചു വരേണ്ട സമയത്ത് മുളച്ചു വന്നിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഭാഗം എന്നോട് പറയാം, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ടത് പൊട്ടിക്കിളിർക്കും. അതിനെ നിലത്ത് പഴകിയാലും അതിനെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും ഒരു വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് പൊട്ടിക്കിളിർക്കും. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ പറയാം, വർഷങ്ങൾക്ക് മുമ്പേ കൈമാറി കിട്ടിയൊരു വാഗ്ദത്തം ഇന്നും അത് ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, സാഹചര്യങ്ങൾ ഇന്നത് അനുകൂലമല്ലെങ്കിൽ ഒരു ദിവസം വരുന്നു, ദൈവത്തിന്റെ ടൈമാകുമ്പോൾ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ചിലത് പൊട്ടിക്കിളിർക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്ന പിതാവ്, പ്രാർത്ഥിക്കുന്ന മാതാവ്, പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, ഇത് മകൾ ആത്മാവ് ഞാൻ ദൂരൊരിക്കൽ കൂടെ ആവർത്തിക്കാം. വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോ.
ഇന്നെല്ലാ സാഹചര്യങ്ങളും നിനക്ക് പ്രതികൂലമാണെങ്കിലും എന്റെ ദൈവത്തിന്റെ സമയത്ത് ആ പൊട്ടിക്കിളർപ്പുണ്ടായിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് മകൾ കരമടിച്ച് നല്ല മഹത്വം കർത്താവിന് കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുളച്ചു വരട്ടെ, മുളച്ചു വരട്ടെ. സ്തോത്രം. അങ്ങനെ എന്നെ ബലപ്പെടുത്തുന്നതാണത്. പൊട്ടിക്കിളിർപ്പുണ്ടാകും കേട്ടോ, പൊട്ടിക്കിളിർപ്പുണ്ടാകും. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, ഏതെല്ലാം അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണോ നീ കടന്നു പോകുന്നത്, നീയും നിന്റെ വാഗ്ദത്തവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യവും വാഗ്ദത്വം തമ്മിൽ രണ്ട് ധ്രുവത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഒരിക്കലും അത് അടുത്തു വരാൻ സാഹചര്യമില്ലെന്ന് നീ എന്തിനെ നോക്കി പറയുന്നു? പക്ഷെ ഇന്ന് മകൻ ദൈവം പറയുന്നു, വാഗ്ദത്തം കൈമാറിയത് ദൈവമാണെങ്കിൽ, സ്വപ്നം തന്നത് ദൈവമാണെങ്കിൽ, യോസേഫേ നീ എത്ര പൊട്ടക്കിണറ്റിൽ കിടന്നാലും, നീ എത്ര കാരാഗൃഹത്തിൽ കിടന്നാലും, നിന്നെ ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, സാഹചര്യം മുഴുവൻ നിനക്കെതിരാണെങ്കിലും വാഗ്ദത്തം പൊട്ടിക്കളിച്ചിരിക്കും. ആമേൻ. ഒന്നുകൂടെ ഞാൻ ശാന്തമായ ഭാഗം പറയാം. ഇന്നിന്റെ സാഹചര്യങ്ങളും ദൈവം ഇന്നലെ കൈമാറി തന്ന വാഗ്ദത്തങ്ങളും രണ്ടും രണ്ട് നിലയിൽ, രണ്ട് ദിശയിലേക്ക്, ധ്രുവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെ നടക്കും? ഇനി എങ്ങനെ നടക്കും? ഇനി എങ്ങനെ സാധ്യമാകും? ഞാൻ ആ ദൂതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. അതിലേക്ക് അത് കയറി വരണം. ഞാൻ അതിനെ ഇതെന്ന് പറഞ്ഞു വരുന്നത്. സ്തോത്രം. വിത്ത് ഭൂമിക്കടിയിൽ കിടപ്പുണ്ട്. പക്ഷെ ദുഷ്ടപിശാച് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഇത് പൊട്ടിക്കളിക്കില്ല, ഇനി ഒരിക്കലും അത് സാധ്യത ഉണ്ടാകില്ല. കാരണം വെള്ളം മുഴുവൻ മൂടപ്പെട്ട് കിടക്കുക. പക്ഷെ ഇന്ന് പകൽ നോക്കിക്കേ, അവന്റെ വായിൽ ഒരു ശബ്ദം പുറപ്പെട്ടു. അവന്റെ ശബ്ദത്തിന്റെ, കൽപ്പനയുടെ ശബ്ദത്തിന്റെ മുൻപിൽ വെള്ളമെല്ലാം ഒരു ഭാഗത്തേക്ക് മാറി, ഉണങ്ങിയ നിലം വെളിപ്പെട്ടു വന്നു. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, അവൻ നിനക്ക് വേണ്ടി ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ പോകുക. ആ ശബ്ദത്തിന്റെ മുമ്പിൽ നാളുകളായി നിനക്കെതിരെ മൂടിക്കിടക്കുന്ന ചില വെള്ളങ്ങൾ ഒഴുകി മാറാൻ പോകുക. മാറത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് എത്ര വെല്ലുവിളിച്ചാലും ഒറ്റ ശബ്ദത്തിന്റെ മുമ്പിൽ സാഹചര്യങ്ങളെ മാറ്റാൻ എന്റെ കർത്താവിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചേഞ്ച് വരുത്താൻ, ഇന്നിന്റെ സിറ്റുവേഷനെ ചേഞ്ച് വരുത്താൻ എന്റെ കർത്താവിന് ഒറ്റ വാക്ക് മതി. ഞാൻ എനിക്ക് ഇവിടെ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ, ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നു പറയാം. ശിഷ്യന്മാര് പറഞ്ഞു, സ്ഥലം മരുഭൂമിയാണ്, ഇവർക്ക് ഭക്ഷണം കൈക്കൊള്ളണമെങ്കിൽ അടുത്ത ഊരുക്കളിലേക്കോ ഗ്രാമങ്ങളിലേക്കോ വീണം. സ്തോത്രം. ഇത് വെച്ചാൽ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ഒരിക്കലും ഇതിനകത്തിന് ഒരു വർധനമുണ്ടാകില്ല, ഇതിനകത്ത് അപ്പം ലഭിക്കില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ഏത് സ്ഥലത്തെ നോക്കിയാണോ മരുഭൂമി എന്ന് ശിഷ്യന്മാർ പറഞ്ഞത്, അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അടുത്ത ഗ്രാമത്തിൽ പോകണമെന്ന് എവിടെ നോക്കിയാണോ പറഞ്ഞത്, കർത്താവ് പറയാം, നിങ്ങൾ ഇവിടെ അവർക്ക് കണ്ടോ, പ്രൈസ് ഗോഡ്, അവിടെ ഇരുത്തുക. നിങ്ങൾക്ക് വചനം അറിയോ എന്ന് പറയാം. അടുത്ത ഗ്രാമത്തിൽ പോയല്ല പുരുഷാരം ഭക്ഷണം കഴിച്ച് അതേ മരുഭൂമി വിരുന്നുശാലയാക്കി മാറ്റിയെങ്കിൽ ഒറ്റ വാക്ക് ഞാൻ അങ്ങനെ പറയാ, ഏവൻ എന്തിനെ നോക്കി സാഹചര്യം പ്രതികൂലമാണെന്ന് പറയുന്നു, ഇന്നത്തെ സർക്കംസ്റ്റാൻസസ്, ഇന്നത്തെ സാഹചര്യങ്ങളെ, ഇന്നത്തെ എല്ലാ പ്രതിസന്ധികളെയും ചേഞ്ച് ചെയ്യാൻ എന്റെ കർത്താവിന് കഴിയും. ഇന്നത്തെ മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റാൻ എന്റെ കർത്താവിന് കഴിയും. എത്ര ദൈവമക്കൾ ഇത് മകൾ വിശ്വസിക്കുന്നുണ്ട്? മടങ്ങി വരാം. ഒറ്റ നിമിഷം കൊണ്ട്, ഒറ്റ ശബ്ദത്തിന് മുമ്പിൽ വെള്ളമെല്ലാം ഒരു ഭാഗത്തേക്ക് മാറി, ഉണങ്ങിയ നിലം വെളിപ്പെട്ടു വന്നു. ഉണങ്ങിയ നിലത്തേക്ക് ദൈവം നോക്കിയിട്ട് പറഞ്ഞു, ചിലത് മുളച്ചു വരട്ടെ, ചിലത് മുളച്ചു വരട്ടെ, ചിലത് മുളച്ചു വരട്ടെ. ഇന്ന് പകൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, സാഹചര്യം മുഴുവൻ പ്രതികൂലമാണെങ്കിലും ഒറ്റ ശബ്ദത്തിന് മുമ്പിൽ, ഒറ്റ വാക്കിന് മുമ്പിൽ സാഹചര്യം അനുകൂലമാകുമെന്ന് മാത്രമല്ല, വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വന്നു. അവിടെ വായിക്കുന്ന പദമുണ്ടോ, നല്ലതെന്ന് ദൈവം ഓരോ സൃഷ്ടിപ്പ് കഴിയുമ്പോഴും പറയുന്നുണ്ട് നല്ലതെന്ന്. നിങ്ങൾ നോക്കിക്കേ, പിശാച് പറഞ്ഞ എന്താ, സാഹചര്യം പറഞ്ഞ എന്താ,
ഇത് പാഴായി, ഇത് ശൂന്യമായി, ഇനി ഇത് എന്താകത്തില്ല, മനസ്സിലാകുന്ന പക്ഷെ പറഞ്ഞു നന്നാകില്ല. പലതിനെ നോക്കി പറഞ്ഞു ഇനി ഇത് നന്നാകില്ല, പലതിനെ നോക്കി പറഞ്ഞു ഇനി ഇത് ശരിയാകില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ഏതിനെ നോക്കിയാണോ ശരിയാകത്തില്ലെന്ന് പറഞ്ഞത്, ഏതിനെ നോക്കിയാണോ പാഴായി പോയെന്ന് പറഞ്ഞത്, അവിടെ ചിലത് മുളച്ചു വന്നു. അതെന്തായി മാറി? നല്ലതായി മാറി. ഞാൻ ദീർഘമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് പകൽ. ഈ വചനമെല്ലാം നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഓരോ ദിവസത്തെ സൃഷ്ടിപ്പ് പറഞ്ഞു വന്നിട്ട് അവിടെ എല്ലാം വായിക്കുന്നൊരു കാര്യമുണ്ട്, നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ നോക്കിയേ, എന്തിനാ ഞാൻ ഈ ഭാഗം ഒരിക്കൽ കൂടെ ഒന്ന് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ദൈവം തന്ന ചിന്ത ഞാൻ പറയാം. എന്തിനാ ഓരോ ദിവസത്തെ സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞത് നല്ലതെന്ന്? എന്താണെന്നറിയോ? ശ്രദ്ധിക്കണേ, ഞാനതിങ്ങനെ മനസ്സിലാക്കാം. ഓരോന്ന് ശൂന്യമായി പോയപ്പോ, ഓരോന്ന് പാഴായി പോയപ്പോ സകല ആളുകളും മാറി എന്ന് പറഞ്ഞു. മനസ്സിലാൻ വേണ്ടി അങ്ങനെ പറയുന്നത് കേട്ടോ. സകല ആളുകളും മാറി എന്ന് പറഞ്ഞു, പോയി, ശൂന്യമായി, ഇനി ഇത് നന്നാകില്ല. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഓരോ ദിവസം ഓരോന്ന് സൃഷ്ടിച്ച് ഓരോന്നിനെ റീക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവം പറയുക, ലോകം എന്തിനെ നോക്കി ശൂന്യമെന്ന് പറഞ്ഞു, ലോകം എന്തിനെ നോക്കി പോയിപ്പോയെന്ന് പറഞ്ഞു, അതിനെ നോക്കി ദൈവം പറഞ്ഞു നന്നായി, നല്ലതായി. ഇന്ന് പകൽ ഈ ദൂത് മനസ്സിലാക്കുന്നുണ്ടോ? ദൈവം ഇന്ന് പകൽ ശൂന്യതയിൽ ഇറങ്ങി വന്നിട്ട് പറയാൻ പോവുക, നല്ലതായി, നല്ലതായി, നല്ലതായി. ഞാൻ ചോദിക്കട്ടെ, ദൈവം നല്ലതെന്ന് പറഞ്ഞ പിന്നെ ആരാ മോശം എന്ന് പറയുന്നത്? ഞാൻ പറയാം, ആശയം പിടികിട്ടിയോ? നമ്മുടെ ജീവിതത്തെ നോക്കി പിശാച് പറഞ്ഞു, ലോകം പറഞ്ഞു മോശമാണ്, ഇല്ലാതായിപ്പോയി, നശിച്ചുപോയി, ശൂന്യമായിപ്പോയി, നന്നാകില്ല. പക്ഷെ ദൈവം അതിനെ റീക്രിയേറ്റ് ചെയ്തിട്ട് പറയാണ് നല്ലതായി, നല്ലതായി. നമുക്കറിയാം, നിങ്ങൾക്ക് വചനം അറിയാം, ഇഷ്ടംപോലെ നമ്മൾ വിവാഹ ദിനങ്ങളിൽ കേട്ട കാര്യമാണ്, നല്ലതെന്ന് കാണാഞ്ഞത് എത്രേ ഉള്ളൂ എന്ന്. നല്ലതല്ലെന്ന് കണ്ടത് ഏതാ? ഇതും പറഞ്ഞു, ഇത് നോക്കിയിരിക്കാതുകൊണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്തവരിക്കുന്നത്. ആ കല്യാണത്തിന് നേരത്തെയൊക്കെ പോകണം അല്ലേ? പ്രസംഗം കേൾക്കാൻ വേണ്ടി പോകണം, പ്രസംഗം കേൾക്കുകയും ചെയ്യണം. നല്ലതെന്ന് എല്ലാം കണ്ടപ്പോ നല്ലതല്ലെന്ന് കണ്ടത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതേ ഉള്ളൂ കർത്താവ് നന്നല്ലെന്ന് പറഞ്ഞ്. അതിനാണ് എന്ത് ചെയ്തേ? തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തു. പോട്ടെ, ഇത് കല്യാണ ശുശ്രൂഷ അല്ലല്ലോ, തിരിച്ചു വരാം. നിങ്ങൾ നോക്കിയേ, ബാക്കിയെല്ലാം ഓരോ ദിവസവും പറഞ്ഞു. എന്ത്? ഞാൻ ആ ഭാഗം ധ്യാനിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് ഭാഗം ധ്യാനിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ്, പിശാച് ഏതിനെ നോക്കി മോശമെന്ന് പറഞ്ഞു, പിശാച് എന്തിനെ നോക്കി നന്നാകില്ലെന്ന് പറഞ്ഞു, എന്തിനെ നോക്കി പിശാച് വിധി പറഞ്ഞു, അവന്റെ മുമ്പിൽ നിന്ന് യേശു ദൈവം പറയാ നല്ലതായി, നല്ലതായി. ഇന്ന് പകൽ പറയാമോ, ലോകം മുഴുവൻ മോശമെന്ന് പറഞ്ഞെങ്കിൽ ദൈവം പറയുന്നു നല്ലതായി. അതുമായി ബന്ധപ്പെട്ട ഒറ്റ വാക്യം ഒന്ന് വായിച്ചു നിർത്തും. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ വരാം. ഉൽപ്പത്തി പുസ്തകം ആ ഭാഗം തന്നെയാണ്, ഒന്നിച്ച് പറഞ്ഞൊരു കാര്യമാണ്. 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 31-ാമത്തെ വാക്യം. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലതെന്ന് കണ്ടു, എത്രയും നല്ലതെന്ന് കണ്ടു. നിങ്ങൾ നോക്കിയേ, 1-ാം അധ്യായം 1-ാം വാക്യം പാഴും ശൂന്യമായി പോയതാ. ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് വചനമൊക്കെ അറിയാവുന്നതാ, ഒന്ന് പറഞ്ഞു നിർത്താൻ വേണ്ടിയാ. 1-ാം അധ്യായം 1-ാം വാക്യം പാഴായി പോയി. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി 1-2 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോ പാഴായി പോയതിനെ കാണുന്നേ, പാഴായി പോയി. ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് പാഴായി പോയതിനെ നോക്കിയ. സ്തോത്രം. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ശൂന്യമാകണമെങ്കിൽ ഉണ്ടായിരുന്നതാണ്, അല്ലേ?
ശ്രദ്ധിക്കാൻ നോക്കിക്കേ, എന്നെ വളരെ ചിന്തിപ്പിച്ചു. കഴിഞ്ഞ രാത്രി ഇങ്ങനെ ഓടിച്ച ഭാഗം ഒന്ന് വായിക്കുമ്പോ അതിന്റെ അവസാന വാക്യത്തിൽ ദൈവം പറയുക, പാഴായി പോയത്, ശൂന്യമായി പോയത് അങ്ങനെ ഞാൻ അവസാനിപ്പിച്ചില്ല, ഞാൻ അതിനെ നല്ലതാക്കി എടുത്തു. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? പാഴായി പോയെന്ന് എന്തിനെ നോക്കി പറഞ്ഞു? ആ അധ്യായം അവസാനിപ്പിക്കും മുമ്പ് ദൈവം പറഞ്ഞു അത് നല്ലത്. ഈ രണ്ടാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ, ഞാൻ ഒത്തിരി വിശദമാക്കുന്നില്ല, രണ്ടാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ പിന്നെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ അത് പക്ഷേ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച്, എന്തുകൊണ്ടാണ് ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ നല്ലതെന്ന് ദൈവം കൊണ്ട് നിർത്തിയേ? നല്ലതെന്ന് ദൈവം കൊണ്ട് നിർത്തിയേ? ഞാൻ പറയല്ലോ, ഒന്നാം അധ്യായം ഒന്നാം വാക്യം സൃഷ്ടിച്ചു, രണ്ടാം വാക്യം ശൂന്യമായി പാഴായി പോയി. പക്ഷേ പാഴായി പോയെന്നും ശൂന്യമായി പോയെന്നും പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. രണ്ടാം അധ്യായത്തിൽ വിശദമായുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ വായിച്ചോണ്ടിരിക്കല്ലേ, വീട്ടിൽ പോയി ഒരു പണിയില്ലല്ലോ, വായിച്ചോണ്ടിരുന്നു. ഇങ്ങോട്ട് വാ, ശ്രദ്ധിച്ചേ. ഈ നമ്മൾ മലയാളി എപ്പോഴും പറയും, മലയാളികൾക്ക് കുഴപ്പമാണ്, ഒന്നാം വാക്യം പറഞ്ഞാൽ 2, 3, 4, 5, 8 വരെ വായിച്ചിട്ടേ കണ്ണ്. ഇങ്ങോട്ട് വാ, സ്തോത്രം. അമ്മേ, ഒന്നാം അധ്യായം പറഞ്ഞാൽ രണ്ടാം അധ്യായം നമ്മൾ പോകും, പിന്നെ വായിച്ചോ പോരെ. ശ്രദ്ധിച്ചോ, ഇങ്ങോട്ട് വന്നേ. ശ്രദ്ധിച്ചേ, ഒന്നാം അധ്യായം ഒന്നാം വാക്യം സൃഷ്ടിച്ചു, ഒന്നാം അധ്യായം രണ്ടാം വാക്യം ശൂന്യമായി. പക്ഷെ ഞാൻ ഈ ഭാഗം ഒന്നുകൂടെ ധ്യാനിക്കുമ്പോൾ എന്നെ ബലപ്പെടുത്തിയൊരു കാര്യം, ഒന്നാം അധ്യായം അവസാനിപ്പിക്കും മുമ്പേ അവ എന്താണോ ശൂന്യമായത് അത് നല്ലതാണെന്ന് രേഖപ്പെടുത്താൻ ആത്മാവ് മറന്നില്ല. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ പറയാ, എന്റെ ദൈവം നിന്റെ ശൂന്യതയിൽ ഇറങ്ങിയാൽ, നിത്യശൂന്യതയിലേക്ക് ദൈവത്തിന്റെ കാൽപാദം വെച്ചാൽ നീ അങ്ങനെ അവസാനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്നലകളിൽ ശൂന്യമായി പോയത്, ഇന്നലകളിൽ പാഴായി പോയത്, ഇന്നലകളിൽ കൈവിട്ടു പോയത്, ലോകം മുഴുവൻ മോശമെന്ന് പറഞ്ഞത്, ലോകം മുഴുവൻ വിടക്കെന്ന് പറഞ്ഞ് എണ്ണി മാറ്റിയത് നല്ലതാക്കി മാറ്റാതെ എന്റെ ദൈവം അവസാനിപ്പിക്കില്ല. എത്ര പേർ ഇന്ന് പക വിശ്വസിക്കുന്നു? ഒരിക്കൽ കൂടെ വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കേണ്ടവരാകട്ടെ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. സ്തോത്രം, സ്തോത്രം. ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഓരോ കാര്യം ചെയ്യുമ്പോൾ ഞാൻ അതാ പറഞ്ഞത്, സന്ധ്യയായി വിശ്വാസമായി ഒന്നാം ദിവസം രണ്ടാം ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ നല്ലതെന്ന്. നല്ലതെന്ന് അത് മനസ്സിലാകണമെങ്കിൽ അവൻ സ്തോത്രം ഒന്ന് പൊളിഞ്ഞു പോയി നമ്മളതിനെ പുനഃസ്ഥാപിക്കുമ്പോൾ അവൻ നമ്മുടെ മനസ്സ് മുഴുവൻ അത് എത്രയും ഇന്നലകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ലതാക്കണം എന്നാണ് എന്ത് ആഗ്രഹം. എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ മനസ്സെന്തുണ്ട്? നല്ലതാണെന്ന്. നിങ്ങൾ നോക്കിക്കേ, സ്തോത്രം. ലോകം മുഴുവൻ പറഞ്ഞു, മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു കേട്ടോ. ലോകം മുഴുവൻ പറഞ്ഞു, പിശാച് മുഴുവൻ പറഞ്ഞു, സകല വ്യക്തികളും പറഞ്ഞു, പാഴായിപ്പോയി, പാഴായിപ്പോയി. വലിയ കാര്യത്തിൽ ഉണ്ടാക്കിയതാ, വലിയ കാര്യത്തെ സൃഷ്ടിച്ചതാ, പക്ഷെ എന്തായി പോയി? പാഴായിപ്പോയി. ഇനിയില്ല, ഇനി രക്ഷപ്പെടത്തില്ല, ആ കുടുംബം രക്ഷപ്പെടത്തില്ല, ആ തലമുറ രക്ഷപ്പെടത്തില്ല. ഇന്ന് പകൽ പറയാം, എന്തിനെ നോക്കി മോശമെന്ന് ലോകം വിധി പറഞ്ഞു, രക്തബന്ധങ്ങൾ വിധി പറഞ്ഞു, സമൂഹം വിധി പറഞ്ഞു, അതിനെ നോക്കി ദൈവം പറയുക, ഞാനൊന്ന് ഇറങ്ങി വരിക, നിത്യശൂന്യങ്ങളിലേക്ക് ഞാനൊന്ന് ഇറങ്ങി വരിക. ഞാൻ ഇറങ്ങി വന്നാൽ ഏറ്റവും മോശമായി പോയത് എത്രയും നല്ലതെന്ന നിലയിൽ. സ്തോത്രം, സ്തോത്രം. ഒരു ഭാഗം കഴിഞ്ഞാഴ്ച പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞത് നിർത്താം. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ കണ്ടോ. ഞാനത് പറഞ്ഞു, അക്ഷരീയമായി ഞാൻ വിശ്വസിച്ചാണ് പറഞ്ഞേ. ആ ശൂന്യതയിൽ യേശുവിൻ്റെ കർത്താവിൻ്റെ കാൽപാദം വന്നു. എന്താണോ ശൂന്യമായത് ലോകം പറഞ്ഞു, പിശാച് പറഞ്ഞു, ഇനി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കാൽപാദം വെപ്പിക്കില്ല. ഇത് മുഴുവൻ എന്ത് ചെയ്യുക? വെള്ളം മൂടിക്കിടക്കുക. ഇനി ആ ഭൂമിയിൽ എന്തുണ്ടാകില്ല? ഒരു മനുഷ്യൻ്റെ കാൽ. മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? ഇതിന്റെ ആത്മീയ ദൂത് മനസ്സിലാവുന്നുണ്ടോ? ഇനി മേലാൽ അതിനകത്തുനിന്ന് ഒരു നന്മ അനുഭവിക്കത്തില്ല, അതിനകത്തിന് ഒരു നന്മ ഉണ്ടാകില്ല, അതിനകത്തിന് ശൂന്യമായിരിക്കും. ഇനി മേലാൽ അതിനകത്തൊരു നന്മ ലഭിക്കത്തില്ലെന്ന് എന്തിനൊക്കെ വിധി പറഞ്ഞു. ആമേൻ.
ഒന്നുകൂടെ ശാന്തമായി പറയാം. എവിടെ ഇനി കാൽപാദം വെപ്പിക്കത്തില്ലെന്ന്, ഇനി ആ ഭൂമി വെളിപ്പെടത്തില്ലെന്ന് എന്തിനെ നോക്കി വിധി പറഞ്ഞു? നിങ്ങൾ മനുഷ്യന്മാരോ ചിന്തിച്ചു. നമുക്കൊന്ന് മനസ്സിലാക്കാൻ, നമുക്ക് ഈ വിഷയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ അങ്ങ് ചിന്തിക്കുക. നിങ്ങൾ നോക്കി, ഞാൻ അത് അങ്ങനെ അങ്ങ് പറയുക കേട്ടോ. അമ്മേ സ്തോത്രം, ദൈവത്തിൻ്റെ കാൽപാദം ഇവിടെ വന്ന് പതിഞ്ഞു ഭൂമിയിൽ. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണേ. നിങ്ങൾ അങ്ങനെ ആണോ വാസം ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, വേദവസം വിശ്വസിക്കുന്ന നിലത്തെ പൊടി കൊണ്ട് എന്ത് ചെയ്താ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കാല് ഭൂമി വന്ന് പതിഞ്ഞ് അവിടെ കുത്തിയിരുന്ന്, മനസ്സിലാൻ വേണ്ടിയാണ് പറഞ്ഞു കേട്ടോ. അവിടെ ഇരുന്ന് എന്ത് ചെയ്യുക? നിലത്തെ നിങ്ങൾ നോക്കി, ദൈവത്തിന്റെ കയ്യിലേക്ക് ആ മണ്ണ് എടുക്കുമ്പോ, ആ നിലത്തെ പൊടി കയ്യിലെടുക്കുമ്പോ പിശാചിന്റെ മുഖത്ത് നോക്കി പറയുക, ദുഷ്ടപിശാചെ, നീ പറഞ്ഞു ഇനി ഇതിനകത്തൊരു നന്മ അനുഭവിക്കത്തില്ലെന്ന്, ഇതിനകത്ത് നീ കാൽപാദം വെക്കത്തില്ലെന്ന്. എന്നാൽ ഇന്ന് മകൾ ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, എന്തിനെ നോക്കി പിശാച് വിധി പറഞ്ഞു? അവിടെ ദൈവത്തിന്റെ കാൽപാദം ഇറങ്ങുകയാ. ഈ ഭൂമി ഇനി വെളിച്ചം കാണത്തില്ലെന്ന് പറഞ്ഞ് പിശാച് വിധി പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയിലെ മണ്ണ് ആറിയിരിക്കുക. നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാവുന്നേ. എന്താ ദൈവത്തിന്റെ കയ്യിൽ എന്തിരിക്കുക? ഈ ഭൂമിയിലെ മണ്ണിരിക്കുക. പിശാച് പറഞ്ഞതിനി ആരും ഇത് തൊടത്തില്ലെന്നാ. പിശാച് പറഞ്ഞ് ഇനി അത് വെളിച്ചം കാണത്തില്ലെന്നാ. പക്ഷെ നിത്യശൂന്യതയിലേക്ക് ദൈവത്തിന്റെ കാൽപാദം ചവിട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എത്ര ശൂന്യമാണെങ്കിലും അവിടെ ചിലത് മുളച്ചു വന്നിരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അത് നല്ലതായി മാറും. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദൂത് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഐത്തലയിൽ ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശൂന്യമായി ഇന്നലെയൊക്കെ സത്യത്തിൽ എന്റെ മനസ്സെ ഞാൻ നിലവിളിച്ച് കണ്ണ് നിറഞ്ഞ ഞാനിവിടെ നിന്നത്. ശൂന്യമായി പോയെന്നും ഇനി ഒരിക്കലും ഉയരത്തില്ലെന്നും പിശാച് വിധി പറഞ്ഞെങ്കിൽ ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ എന്റെ ഉള്ളിൽ കർത്താവ് നടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ കർത്താവിന്റെ കാൽപാദം വെച്ചാൽ പകർന്ന ഏതിനെയും പണിയാൻ. Praise God. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ജീവിതത്തിൽ അത് അനുഭവമായി ഇന്ന് പകല് കർത്താവ് വെളിപ്പെടുത്തുക. ഞാൻ പ്രസംഗിക്കുന്ന വചനം വചനമായി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ഈ വചനത്തിന്റെ ശക്തി ദൈവം അയക്കുന്നുണ്ട്. ഞാൻ വെറുതെ പ്രസംഗിക്കുകയല്ല. എനിക്കറിയാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലതിന്മേൽ ദൈവത്തിന്റെ കാൽപാദം വയ്ക്കുക. എല്ലാ കണ്ണുമടച്ചു ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ കാൽപാദം ചിലതിന്മേൽ വെക്കാൻ പോകുക. എല്ലാ കണ്ണുമടച്ച് കരമടിച്ച് ആത്മാവിൽ സ്വന്തം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ വിശ്വസിക്ക്. എന്ത് മോശമായി പോയെന്ന് പറഞ്ഞു അതിനെ എത്രയും നല്ലതാക്കി മാറ്റാൻ, ഒത്തിരി പേരെ അനുഭവങ്ങൾ നമുക്കറിയാം. എനിക്ക് എത്ര പേരെ അറിയാമെന്നറിയാമോ? വീട്ടുകാരുൾപ്പെടെ പറഞ്ഞു അവൻ പോയി, സഭക്കാര് പറഞ്ഞിട്ടുണ്ട് അവൻ നശിച്ചു പോയി. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആ ശൂന്യതയിൽ കർത്താവിന്റെ കാൽപാദം വെച്ചപ്പോ, ആത്മസ്പർശനം അവന്റെ മേലുണ്ടായപ്പോ അവൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് എനിക്കറിയാം. ഇന്ന് പകൽ ഞാൻ ആ ദൂതൊരിക്കൽ കൂടെ പറയാം. എന്താണോ മോശമായി പോയത്, ഏതാണോ മോശമായി പോയത്, അവിടെ ദൈവത്തിന്റെ കരം ചലിക്കും. കുഞ്ഞെ, നിന്റെ വിദ്യാഭ്യാസത്തിൽ നീ മോശമാണോ? നിന്റെ ബുദ്ധി മേഖലയിൽ നീ മോശമാണോ? ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ കരം അതിനകത്ത് ചലിച്ചാലുണ്ടല്ലോ, നിന്റെ ബുദ്ധി മേഖലകളിൽ ദൈവത്തിന്റെ കരം ചലിച്ചാലുണ്ടല്ലോ, ആർക്ക് പിന്നെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. മോശമെന്ന് പറയുന്നതിനെ എത്രയും നല്ലതാക്കി മാറ്റാൻ എന്റെ കർത്താവിന് കഴിയും. ഈ വചനത്തിന്റെ വെളിപ്പാട് സ്വീകരിക്കാൻ തയ്യാറാക്. മാതാപിതാക്കൾ തയ്യാറാക്, കുഞ്ഞുങ്ങൾ തയ്യാറാക്. മോശമെന്ന് പറയുന്നതിനെ എത്രയും നല്ലതെന്ന് പറയിപ്പിക്കാൻ എന്റെ കർത്താവിന് കഴിയും. ഞാനതിനെ അങ്ങ് വിശ്വസിക്കുക. ഒരിക്കലും വെളിച്ചം കാണത്തില്ലെന്ന് പറഞ്ഞ് മൂടപ്പെട്ട ഭൂമിയുടെ മുകളിൽ നിന്ന് വെള്ളത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റി ആ ഭൂമിയിലേക്ക് എൻ്റെ കർത്താവിൻ്റെ കാൽപാദം ചവിട്ടിയപ്പോ ഏതൻ തോട്ടമായി മാറിയെങ്കിൽ, ഇന്ന് പകൽ സ്തോത്രം അത് മനോഹരമായി മാറിയെങ്കിൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു?
എന്റെ ശൂന്യതയിൽ കർത്താവിന്റെ കാൽപാദം വെക്കുക. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം പ്രാർത്ഥിച്ചോ, എല്ലാ കണ്ണുമടച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് ശൂന്യതയാണെങ്കിലും, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് ശൂന്യതയാണെങ്കിലും, പരിഹാരം കിട്ടാൻ സാധ്യതയില്ലെന്ന് വിധി പറയുന്ന ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് ദൈവത്തിന്റെ കാൽപാദം ഇറങ്ങും. പരിശുദ്ധ പിതാവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. അങ്ങയുടെ കാൽപാദം ഞങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങും. മോശമായി പോയതിൽ നല്ലതാക്കി മാറ്റാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ലോകവും ജഡവും പിശാചും ഒരുപോലെ മോശമായി പോയെന്നും വെല്ലുവിളിച്ച് മാറിയെന്നും കരമടിച്ച് പരിഹസിക്കുമ്പോൾ ഞങ്ങളുടെ വിഷയത്തിന്റെ മധ്യത്തിൽ അങ്ങയുടെ കാൽപാദം ഇറങ്ങിയാൽ അത് എത്രയും നല്ലതായി മാറും, എത്രയും നല്ലതായി മാറും. ഞങ്ങളത് വിശ്വസിക്കുന്നു. പാർപ്പിന് നിർമ്മിക്കപ്പെട്ട ഭൂമി പാർപ്പില്ലാതെ പാഴായി പോയപ്പോ ദൈവത്തിന്റെ കാൽപാദം ആ ഭൂമിയിൽ ചവിട്ടി അതിനകത്തൊരു പാർപ്പിനായി മനുഷ്യനെ ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ശൂന്യമായി പോയ മേഖലകൾക്കപ്പുറം ഒരു ദൈവപ്രവൃത്തി സംഭവിക്കപ്പെടാൻ പോകുക. ഇന്നലെ പാർപ്പിന് നിർമ്മിക്കപ്പെട്ടെങ്കിൽ വീണ്ടും അത് അങ്ങനെ ആയി മാറും. ദൈവത്തിന്റെ ഉദ്ദേശം സാധ്യമായി മാറും. ഞങ്ങൾ ആത്മാവിൽ ആ ദൂതിനെ സ്വീകരിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ഒരുമിച്ച് കരമുയർത്തി കർത്താവിന്റെ മഹത്വം അർപ്പിക്കുന്നു.